ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എജു ഗ്ലോ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ജൂൺ മാസം 2020 ജൂൺ മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ്, ഫുൾ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ മുതലായ സോഴ്സുകളിൽ നിന്നും ഉള്ള ഫാക്ട്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മാസത്തേക്കുള്ള കറണ്ട് അഫയേഴ്സ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിഷാദിറ്റി, എല്ലാ കൂട്ടുകാർക്കും എജു ഗ്ലോ പി എസ് സിയിലേക്ക് സ്വാഗതം. 2020 ജൂൺ മാസം കറണ്ട് അഫയേഴ്സ്. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. കോട്ടയം ജില്ലയിൽ കണ്ടെത്തിയ പുതിയ ഇനം മാംസഭുക്കുകളായ സസ്യം. ആ സസ്യത്തിൻ്റെ പേരാണ് യൂട്രിക്കുലേറിയ കമുറുദീനിയ. ഇതാണ് യൂട്രിക്കുലേറിയ കമുറുദീനിയ. അടുത്ത പോയിന്റ്, സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ പ്രത്യേക ആവശ്യാനുസരണം സ്റ്റഡി മെറ്റീരിയൽ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി. പദ്ധതിയുടെ പേര് വൈറ്റ് ബോർഡ്. ഏതാണ് വൈറ്റ് ബോർഡ്? കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ പിഴയടയ്ക്കാൻ കൊണ്ടുവന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് ഇ-പോസ്. ഏതാണ് ഇ-പോസ്? ഇന്ത്യയിൽ ആദ്യമായി COVID-19 വിലയിരുത്താനായിട്ട് ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്പ് നിർമ്മിച്ചത് IIT പാലക്കാടാണ്. ആരാണ്? ഈ സ്ഥാപനമാണ് IIT പാലക്കാട്. പൊതുമേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ പ്രതിരോധ പാർക്ക്. ഏതാണ്? ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ നിന്നും പുതുക്കാൻ കഴിയുന്ന സംവിധാനം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ നിന്നും പുതുക്കാൻ കഴിയുന്ന സംവിധാനം? സാരഥി. ഏതാണ്? സാരഥിയാണ് ഉത്തരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? S മണികുമാർ. ആരാണ്? S മണികുമാർ. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട UN വെബിനാറിൽ പങ്കെടുത്ത കേരള ആരോഗ്യമന്ത്രി ആരാണ്? മുൻ ആരോഗ്യമന്ത്രിയാണ് KK ശൈലജയാണ് ഉത്തരം. ആരാണ്? KK ശൈലജ. സംസ്ഥാനത്തിൻ്റെ പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നത് ആരാണ്? ഉത്തരം അൽകേഷ് കുമാർ. ആരാണ്? അൽകേഷ് കുമാറാണ്. ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1 ലോക ക്ഷീരദിനം. അതിൻ്റെ പ്രമേയം 2020 തീമാണ് 20th ആനിവേഴ്സറി ഓഫ് വേൾഡ് മിൽക്ക് ഡേ. ഏതാണ്? 20th ആനിവേഴ്സറി ഓഫ് വേൾഡ് മിൽക്ക് ഡേ. സ്വാമി വിവേകാനന്ദൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ജിഗനി എന്ന സ്ഥലം, കർണാടകയിലുള്ള ജിഗനി എന്ന സ്ഥലത്താണ് സ്വാമി വിവേകാനന്ദൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചത്. അടുത്തിടെ ലോകാരോഗ്യ സംഘടനയുമായി എല്ലാ സഹകരണവും അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ച രാജ്യം. ഉത്തരം അമേരിക്ക, USA. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് 2ാം സ്ഥാനം നേടിയ കേരളത്തിലെ ആശുപത്രി ഏതാണ്? ഉത്തരം ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം ജില്ലയിലെ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഉത്തരം. അറബിക്കടലിൽ ന്യൂനമർദ്ദം മൂലം രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? നിസർഗ എന്ന ചുഴലിക്കാറ്റ്. നിസർഗ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രകൃതി. ഏതാണ് നിസർഗ എന്ന വാക്കിൻ്റെ അർത്ഥം? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഉത്തരം അരുൺ സിംഗാൾ. ആരാണ്? അരുൺ സിംഗാളാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ മിസൈൽ പാർക്ക് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ആ മിസൈൽ പാർക്കിൻ്റെ പേരാണ് അഗ്നിപ്രസ്ഥ. ഏതാണ്? അഗ്നിപ്രസ്ഥ. മറ്റൊരു പേരും കൂടിയുണ്ട്, INS കലിംഗ എന്ന പേരിലും അറിയപ്പെടും. ഇത് വിശാഖപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് ആരാണ്? ടിനു യോഹന്നാനാണ് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച്. അടുത്തതായിട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രൈബൽ വൈസ് ചാൻസലർ ആരാണ്? ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വൈസ് ചാൻസലറാണ് സോനാജാരിയ മിൻസ്. ആരാണ്? സോനാജാരിയ മിൻസ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആ പദ്ധതിയുടെ പേരാണ് കൂടെയുണ്ട് അംഗനവാടികൾ. ഏത് പദ്ധതിയാണ്? കൂടെയുണ്ട് അംഗനവാടികൾ. അടുത്തായിട്ട്, സായിയും NSFും സംയുക്തമായി ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയതല ഓൺലൈൻ കോച്ചിംഗ് പദ്ധതി ഏതാണ്?
ഖേലോ ഇന്ത്യ ഇ പാഠശാല എന്നാണ്. ഖേലോ ഇന്ത്യ ഇ പാഠശാല. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ്. നാടൻ ഭാഷ പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. ചെറിയ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആകുമ്പോൾ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് അപ്ലോഡിങ്ങിന്. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് സ്പീഡ് കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വായിച്ചാൽ തന്നെ നമുക്ക് ബൈഹാർട്ട് ആക്കാവുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഇത് പഠിക്കാൻ പറ്റും. നിങ്ങൾ വളരെ മിടുക്കരാണെന്ന് എനിക്കറിയാം. സോ അഡ്ജസ്റ്റ് വിത്ത് മീ. അപ്പോൾ ഓക്കെ. അപ്പം അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരള ബിവറേജ് കോർപ്പറേഷൻ്റെ ഓൺലൈൻ മദ്യ വിതരണ ആപ്പായ ബെബ്ക്യൂ രൂപവത്കരിച്ച കമ്പനി ഏതാണ്? ബെബ്ക്യൂ എന്ന് പറയുന്ന ആപ്പാണ്. അത് കേരള ബിവറേജ് കോർപ്പറേഷൻ്റെ ഓൺലൈൻ മദ്യ വിതരണ ആപ്പാണ്. അപ്പോൾ ഇത് രൂപവത്കരിച്ച കമ്പനിയാണ് ഫെയർ കോഡ്. ഏതാണ്? ഫെയർ കോഡ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഇഷിത റോയ് ആണ്. ആരാണ്? ഇഷിത റോയ്. വേൾഡ് ബൈസിക്കിൾ ഡേ എന്നാണ്? ജൂൺ 3 വേൾഡ് ബൈസിക്കിൾ ഡേ. അടുത്തായിട്ട് കെ ഫോൺ 2020 സൗജന്യ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനും അതോടൊപ്പം ഇൻ്റർനെറ്റ് ഒരു മൗലിക അവകാശം ആക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഉത്തരം കേരളം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഉദയ് കൊടുകാണ്. ആരാണ്? ഉദയ് കൊടുകാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ്. സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ആരാണ്? ഏത് കമ്മീഷനാണ്? ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ്. കമ്മീഷൻ്റെ പേരാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. അടുത്ത അമാൻഡ കൊടുങ്കാറ്റ് നാശം വിതച്ചതിനാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? എൽ സാൽവഡോർ ആണ്. എൽ സാൽവഡോർ. അമാൻഡ കൊടുങ്കാറ്റ് നാശം വിതച്ചതിനാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് എൽ സാൽവഡോർ. ആദ്യ വനിതാ DGPയും അഗ്നിശമന സേനാ മേധാവിയായി ചുമതലയേറ്റതാരാണ്? ആദ്യ വനിതാ DGPയായും അഗ്നിശമന സേനാ മേധാവിയുമായി ചുമതലയേറ്റ വ്യക്തിയാണ് ശ്രീലേഖ IPS. പഠിക്കുക, ശ്രീലേഖ IPS. കോവിഡ് കാലത്ത് ബസ് നിരക്ക് മിനിമം 10 രൂപ ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയാണ്. ഏതാണ്? ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി. കേരളത്തിൻ്റെ 46ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വാസ് മേത്തയാണ് കേരളത്തിൻ്റെ 46ാമത് ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തെ ആദ്യത്തെ വിർച്വൽ കോടതി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? എറണാകുളത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ വിർച്വൽ കോടതി സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? ആ ചിത്രത്തിൻ്റെ പേരാണ് ഹാസ്യം. ജയരാജിൻ്റെ സംവിധാനമാണ് ഹാസ്യം എന്ന സിനിമ. അടുത്തിടെ ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ്. സംസ്ഥാനത്തിൻ്റെ ഊർജ്ജ സെക്രട്ടറി ആരാണ്? സംസ്ഥാനത്തെ ഊർജ്ജ സെക്രട്ടറിയാണ് ദിനേശ് അറോറ. ആരാണ്? ദിനേശ് അറോറ. കേരള ബാങ്കിൻ്റെ CEO ആരാണ്? കേരള ബാങ്ക് CEO ആണ് രാജൻ PS. ആരാണ്? രാജൻ PS. അടുത്തതായിട്ട് തൊഴിലാളികൾക്കായി റോസ്ഗാർ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തൊഴിലാളികൾക്കായിട്ട് റോസ്ഗാർ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ്. ഫോർബ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരാണ്? റോജർ ഫെഡറാണ്. ഉത്തരം റോജർ ഫെഡറർ. പട്ടികയിലെ ഏക ഇന്ത്യക്കാരനാരാണ്? വിരാട് കോഹ്ലിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഈ റോജർ ഫെഡറർ ടെന്നീസ് പ്ലെയറാണ്. ഇദ്ദേഹം സ്വിറ്റ്സർലൻഡ് താരമാണ്. നമുക്കറിയാം വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അടുത്തതായിട്ട് ഓൺലൈൻ സ്കൂൾ ക്ലാസ്സുകൾ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പാക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓൺലൈൻ എന്നാണ് പദ്ധതി. അടുത്തതായിട്ട് 2020 G7 ഉച്ചകോടി വേദി എവിടെയാണ്? USA, അമേരിക്കയാണ് വേദി. സാമൂഹ്യ അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കി ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സോദാർ. SODAR. സോദാർ എന്നതാണ് ആപ്ലിക്കേഷൻ. COVID-19 ടെസ്റ്റിംഗ് കിറ്റ് നിർമ്മാണത്തിന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് സഹകരിക്കുന്ന സ്ഥാപനമാണ് ഏത്? ഉത്തരം ടാറ്റ സൺസ് ആണ്. ഉത്തരം ടാറ്റ സൺസ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രഖ്യാപിച്ച പുതിയ വീഡിയോ ബ്ലോഗ് കോൺടെസ്റ്റ് ഏതാണ്? മൈ ലൈഫ് മൈ യോഗ. മറ്റൊരു പേരാണ് ജീവൻ യോഗ എന്ന പേരിലും അറിയപ്പെടും. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രഖ്യാപിച്ച പുതിയ വീഡിയോ ബ്ലോഗ് കോൺടെസ്റ്റാണ് മൈ ലൈഫ് മൈ യോഗ അല്ലെങ്കിൽ ജീവൻ യോഗ എന്ന പേരിലും അറിയപ്പെടും. അടുത്തിടെ കോവിഡ് ബാധിച്ച് അന്തരിച്ച ബോളിവുഡ് സംഗീത സംവിധായകനാണ്? വാജിദ് ഖാൻ ആണ്. വാജിദ് ഖാൻ.
ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതിൻ്റെ 2020 പ്രമേയം അഥവാ തീമാണ് സെലിബ്രേറ്റഡ് ബയോഡൈവേഴ്സിറ്റി. ഏതാണ്? സെലിബ്രേറ്റഡ് ബയോഡൈവേഴ്സിറ്റി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേന്ദ്ര സർക്കാർ സമിതിയുടെ അധ്യക്ഷ ആരാണ്? ഉത്തരം ജയ ജെയ്റ്റ്ലി. ജയ ജെയ്റ്റ്ലി. അടുത്തിട്ട് 2020 പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2020 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് കൊളംബിയ. ഉത്തരം കൊളംബിയ. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പരിയാരം. ഉത്തരം പരിയാരം. ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം അംഗമായും സ്ഥാനപതിയായി നിയമിതനായത് ആരാണ്? ബ്രജേന്ദ്ര നവനീതാണ്. ആരാണ്? ബ്രജേന്ദ്ര നവനീത്. ജമ്മു കാശ്മീർ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ശമ്പളത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് മേരാ വേതൻ. ഏതാണ്? മേരാ വേതൻ. MERA. മേരാ VETA. മേരാ വേതൻ. ഓക്കെ. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിൽ നിർത്തലാക്കിയ ഡാറ്റ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിയാമോ? WeTransfer. ആ ഡാറ്റ ഒരു പ്ലാറ്റ്ഫോമാണ്, അത് ഡാറ്റ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് WeTransfer. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിൽ അത് നിർത്തലാക്കി. ജൂൺ 6 എന്ന് പറഞ്ഞാൽ വേൾഡ് പെസ്റ്റ് ഡേ ആണ്. വേൾഡ് പെസ്റ്റ് ഡേ. അടുത്തായിട്ട് ആദിദാസിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ആദിദാസ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ഈ ഷൂസ് പോലുള്ള നിർമ്മാണമാണ് നടത്തുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വളരെ അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കമ്പനിയാണ് ആദിദാസ്. അതിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡറാണ് മാനുഷി ചില്ലാർ. ആരാണ്? മാനുഷി ചില്ലാർ. അടുത്ത AFC വുമൻസ് ഏഷ്യൻ കപ്പ് 2022 വേദി. ഉത്തരം ഇന്ത്യ. AFC വുമൻസ് ഏഷ്യൻ കപ്പ് 2022 വേദി. ഉത്തരം ഇന്ത്യ. പ്രകൃതി ദുരന്തം മുന്നറിയിപ്പിന് ആയി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുടെ ആപ്പ് ഏതാണ്? ഫാമിനിയാണ്. ഫാമിനി. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പിനായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പുറത്തിറക്കിയ ആപ്പാണ് ഫാമിനി. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഗുഡ്വിൽ അംബാസഡർ ടു ദ പുവർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ടു ദ പുവർ, പാവങ്ങൾക്കായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഗുഡ്വിൽ അംബാസഡർ ടു ദ പുവർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടിയാണ് നേത്ര. ഉത്തരം നേത്രയാണ്. 13 വയസ്സേ ഉള്ളൂ. 13 years. 13 വയസ്സുകാരിയായ നേത്ര എന്ന കുട്ടിയാണ്. അടുത്ത ഉത്തരാഖണ്ഡിലെ വേനൽക്കാല തലസ്ഥാനം. ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ഗൈർ സൈൻ. ഏതാണ്? ഗൈർ സൈൻ എന്നാണ് ഉത്തരം. അടുത്ത ഗവൺമെൻറ് IIT-കളുടെ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലെത്തിയ IIT ഏതാണ്? ഗവൺമെൻറ് IIT-കളുടെ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലെത്തിയത് IIT മദ്രാസ് ആണ്. ഏതാണ്? IIT മദ്രാസ്. അടുത്തതായിട്ട് 2021 UN രക്ഷാസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഉത്തരം. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലുള്ള ഡാം ഏതാണ്? ഡാം ചോദിക്കാം. ഗന്ദക് ഡാമാണ്. ഗന്ദക് ഡാം. ഇത് ലാൽ ബഹിയ നദിയിലാണ്. ഏത് നദിയിലാണ്? ലാൽ ബഹിയ നദിയിലെ ഗന്ദക് ഡാമാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലുള്ള ഡാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിർത്തി രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഏത്? സാഗർ പദ്ധതി. പഠിക്കുക. സാഗർ പദ്ധതിയാണ് ഇതിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിർത്തി രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇത്? സാഗർ പദ്ധതി. അടുത്തായിട്ട് കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ച കർത്താർപൂർ ഇടനാഴി. കർത്താർപൂർ ഇടനാഴി ഏത് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കർത്താർപൂർ ഇടനാഴി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് കർത്താർപൂർ ഇടനാഴി. അപ്പോൾ അടുത്ത പോയിന്റ്, റിക് ഉച്ചകോടിയിൽ RIC റിക് ആണ്. റിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ഇന്ത്യ, ചൈന. ഏതൊക്കെ രാജ്യങ്ങളെ പങ്കെടുത്ത്? റഷ്യയും ഇന്ത്യയും ചൈനയും. അടുത്തായിട്ട് ISRO ഏത് രാജ്യവുമായാണ് ചാന്ദ്ര ദൗത്യം പദ്ധതികൾക്ക് ഒരുങ്ങുന്നത്? ISRO ജപ്പാനുമായിട്ട് ആണ് യോജിച്ചുകൊണ്ടാണ് ചാന്ദ്ര ദൗത്യ പദ്ധതികൾക്ക് ഒരുങ്ങുന്നത്. ഈ പദ്ധതിക്ക് ഒരു പേരുണ്ട്, അത് പഠിക്കുക. ഇൻഡോ ജപ്പാൻ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ എന്നാണ് പദ്ധതിയുടെ പേര്. ഒന്നുകൂടെ പറയാം. ഇൻഡോ ജപ്പാൻ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ. അടുത്തതായിട്ട് പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ അംഗീകാരം നേടിയ പഴമാണ് ഏത്? ചക്ക. ചക്കയാണ് ഉത്തരം. അടുത്തതായിട്ട് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ഏതാണ്? ആരാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി? ആരാണ്? ജസീന്ത ആർഡേൺ ആണ്. ആരാണ്? ജസീന്ത ആർഡേൺ. അടുത്ത US വ്യോമസേന മേധാവിയായിട്ട് നിയമിതനാകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ ആരാണ്? ചാൾസ് ക്യൂ ബ്രൗൺ. ആരാണ്? ചാൾസ് ക്യൂ ബ്രൗൺ ആണ് ഉത്തരം. അടുത്ത 2020 വേൾഡ് ഫുഡ് പ്രൈസ്
കാർഷിക രംഗത്തെ നോബൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2020 വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവാരാണ്? ഡോക്ടർ രത്തൻ ലാൽ ആണ്. ആരാണ്? ഡോക്ടർ രത്തൻ ലാൽ. അടുത്തതായിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ്? ജൂൺ 29 ഉത്തരം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ് ജൂൺ 29. അടുത്തായിട്ട് വിർച്വൽ ഗ്ലോബൽ വാക്സിൻ സമ്മിറ്റ് 2020 വേദി. വിർച്വൽ ഗ്ലോബൽ വാക്സിൻ സമ്മിറ്റ് 2020 വേദിയാണ് ബ്രിട്ടൻ, UK ആണ് ഉത്തരം. UK അഥവാ ബ്രിട്ടൻ. ലോക സമുദ്ര ദിനം ജൂൺ 8 ജൂൺ 8 ലോക സമുദ്ര ദിനം. അതിൻ്റെ 2020 തീം അഥവാ പ്രമേയമാണ് ഇന്നൊവേഷൻ ഫോർ എ സസ്റ്റൈനബിൾ ഓഷ്യൻ. എന്താണ് ഉത്തരം? ഇന്നൊവേഷൻ ഫോർ എ സസ്റ്റൈനബിൾ ഓഷ്യൻ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് ജൂൺ 7 എന്നാണ്? ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. അതിൻ്റെ തീം എന്താണ്? ഫുഡ് സേഫ്റ്റി എവരിയോൺസ് ബിസിനസ്. ഇതാണ് എൻ്റെ തീം. ഫുഡ് സേഫ്റ്റി എവരിയോൺസ് ബിസിനസ് എന്നതാണ് അതിൻ്റെ, അല്ലെങ്കിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം. ഏത് ഡേറ്റിലാണ്? ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ഓക്കെ. അടുത്തായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ആരംഭിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ആരംഭിച്ച ബാങ്കാണ് ഇൻഡസ് ഇൻഡ് ബാങ്ക്. ഇതാണ് ഇൻഡസ് ഇൻഡ് ബാങ്ക്. അടുത്തായിട്ട് ഇന്ത്യൻ ആർമി കമാൻഡേഴ്സിൻ്റെ ആദ്യഘട്ട കോൺഫറൻസിന് വേദിയായത് എവിടെയാണ്? ഇന്ത്യൻ ആർമി കമാൻഡേഴ്സിൻ്റെ ആദ്യഘട്ട കോൺഫറൻസിന് വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. അടുത്തായിട്ട് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്കായി വാങ്ങുന്ന അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ വിമാനമാണ് ബോയിങ് 777. ബോയിങ് 777 എയർ ഇന്ത്യ 1 എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ എയർ ഇന്ത്യ 1 എന്ന് പറഞ്ഞാലും ബോയിങ് 777 എന്ന് പറഞ്ഞ വിമാനമാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമാണ്. അത്യാധുനിക സുരക്ഷാ സംവിധാനം കൂടിയ വാഹനമാണ്. അതുകൊണ്ട് കേരള പോലീസിൻ്റെ നിലവിലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ്. ഏതാണ്? പോൾ ആപ്പ്. അടുത്ത പോയിന്റ്, അടുത്തിടെ കോവിഡ് ബാധിച്ച് അന്തരിച്ച കേരള സന്തോഷ് ട്രോഫി താരം ഹംസക്കോയാണ് ഉത്തരം. ഹംസക്കോയ. അടുത്തായിട്ട് കുടിയേറ്റ തൊഴിലാളികൾക്കായിട്ട് രാജസ്ഥാൻ ഗവൺമെൻറ് പുറത്തിറക്കിയ ഓൺലൈൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കായി രാജസ്ഥാൻ ഗവൺമെൻറ് പുറത്തിറക്കിയ ഓൺലൈൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ് രാജ്കുശാൽ പോർട്ടൽ. കർണാടക സർക്കാർ കാലാവസ്ഥ മുന്നറിയിപ്പായി പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? കർണാടക സർക്കാരിൻ്റെ ആപ്പാണ് മേഘ സന്ദേശം. ഒരു വെബ് പോർട്ടലും പുറത്തിറക്കിയിട്ടുണ്ട്. ആ പോർട്ടലാണ് വരുണമിത്ര എന്ന വെബ് പോർട്ടൽ. വരുണമിത്ര. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആദ്യമായി കോൾ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഉത്തരം ഇന്ത്യ. ജോർജ് ഫ്ലോയിഡിൻ്റെ മരണത്തെ തുടർന്ന് അമേരിക്കയിൽ സമരം ചെയ്ത പ്രക്ഷോഭകരുടെ അറിയപ്പെടുന്ന പേരെന്താണ്? ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ അമേരിക്കൻ പോലീസിൻ്റെ മർദ്ദനം കൊണ്ട് മരണപ്പെട്ടത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് അമേരിക്കൻ പ്രതിഷേധം അലയടിച്ചു. അപ്പോൾ അങ്ങനെ ആ പ്രതിഷേധം ചെയ്യുന്ന ആ പ്രക്ഷോഭന അറിയപ്പെടുന്ന പേരുണ്ട് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നാണ്. ആ പ്രക്ഷോഭനാണ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ. അടുത്തതായിട്ട് COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായിട്ട് മുംബൈയിൽ വികസിപ്പിച്ച ലോകത്തെ ആദ്യത്തെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത റോബോട്ട് ഏതാണ്? കോറോ റോബോട്ട്. കോറോബോട്ട്. ഓക്കെ, കോറോബോട്ട് എന്നാണ് കേട്ടോ. കോറോ BOT ബോട്ട്. കോറോബോട്ട്. കേന്ദ്ര സർക്കാർ ടിക്ടോക്കിൽ ആരംഭിച്ചിരിക്കുന്ന ഔദ്യോഗിക അക്കൗണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടുണ്ട് ടിക്ടോക്കിലെ. അക്കൗണ്ടിൻ്റെ പേരാണ് മൈ ഗവ് ഇന്ത്യ. ഏതാണ്? മൈ ഗവ് ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ വനങ്ങളിൽ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിക്കുന്ന പോലീസിൻ്റെ പ്രത്യേക യൂണിറ്റാണ് വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്. ഏതാണ്? വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്. അതുകൊണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പഠന പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. ഏതാണ്? വൈറ്റ് ബോർഡ് എന്ന പദ്ധതി. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ച ആദ്യ MLA ആരാണ്? ആദ്യ MLA ആണ് അതായത് J. അൻപഴകൻ. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ച ആദ്യ MLA ആണ് J. അൻപഴകൻ. കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനായിട്ട് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ.
കേരളത്തിൻ്റെ അതിവേഗ റെയിൽ പദ്ധതി ഏതാണ്? കേരളത്തിൻ്റെ അതിവേഗ റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി. 531 കിലോമീറ്ററാണ് ദൂരം സിൽവർ ലൈൻ പദ്ധതി. ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. KSRTCയുടെ പുതിയ MD ആരാണ്? KSRTCയുടെ പുതിയ MD ആണ് ബിജു പ്രഭാകർ. ആരാണ് ബിജു പ്രഭാകർ? KSRTCയുടെ പുതിയ ചെയർമാൻ ആരാണ്? KR ജ്യോതിലാൽ. ഉത്തരം KR ജ്യോതിലാൽ. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 108 ആണ്. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. 1-ാം സ്ഥാനം ബെൽജിയമാണ്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ പ്രചരണാർത്ഥം സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് ടീം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? വീട്ടിലൊരു തോട്ടം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ പ്രചരണാർത്ഥം സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് ടീം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് വീട്ടിലൊരു തോട്ടം. ദേശീയഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ കളിക്കാരും എഴുന്നേറ്റ് നിൽക്കണം എന്ന നിയമം റദ്ദ് ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്ക. ഉത്തരം അമേരിക്ക. വേൾഡ് ഫുഡ് പ്രൈസ് 2020 ജേതാവായ ഇൻഡോ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രത്തൻലാൽ ആണ്. ഡോക്ടർ രത്തൻലാൽ. ISL ചാമ്പ്യന്മാരായ ATK കൊൽക്കത്തയും ഐ ലീഗ് ചാമ്പ്യന്മാരായ മോഹൻ ബഗാനും ലയിച്ചുണ്ടായ ഒരു പുതിയ ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ പേരാണ് ATK മോഹൻ ബഗാൻ. ഏതാണ്? ATK മോഹൻ ബഗാൻ. ബാലവേല ബാലചൂഷണം മുക്ത കേരളത്തിനായിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശരണ ബാല്യം. ഏതാണ്? ശരണ ബാല്യം. അടുത്തായിട്ട് കോവിഡ് നിയമലംഘകരെ പിടികൂടാൻ വോളണ്ടിയർമാരെ കോവിഡ് നിയമലംഘകരെ പിടികൂടാൻ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈക്കിൾ പോലീസ് പദ്ധതി ആരംഭിച്ച നഗരം. സൈക്കിൾ പോലീസ് പദ്ധതി ആരംഭിച്ച നഗരം, അതാണ് പോയിന്റ്. അത് ദുബായ് നഗരത്തിലാണ്. എവിടെയാണ്? ദുബായ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 15 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരമാണ് സുനിൽ ഛേത്രിയാണ്. ആരാണ്? സുനിൽ ഛേത്രി. അടുത്തിടെ അന്തരിച്ച MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന സിനിമയിലെ നായകനായിരുന്നു. അദ്ദേഹം അടുത്തിടെ മരിച്ചു പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സുശാന്ത് സിംഗ് രജ്പുത്ത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സുശാന്ത് സിംഗ് രജ്പുത്ത് എന്നതാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. കോയമ്പത്തൂർ എന്ന സ്ഥലത്തിൻ്റെ പുതുക്കിയ പേരാണ് കോയമ്പത്തൂർ. ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14 ലോക രക്തദാന ദിനം. 2020 പ്രമേയമാണ് സേഫ് ബ്ലഡ് സേവ്സ് ലൈഫ്. എന്താണ്? സേഫ് ബ്ലഡ് സേവ്സ് ലൈഫ്. ആഭ്യന്തര മന്ത്രാലയം വൈറസ് വിമുക്തമാക്കാൻ പുറത്തിറക്കിയ ഉപകരണമാണ് ജെർമി ബാൻ. ഏതാണ്? ജെർമി ബാൻ എന്ന ഉപകരണമാണ് ഉപയോഗിച്ചത്. ജെർമി ബാൻ. അതാണ് ആഭ്യന്തര മന്ത്രാലയം വൈറസ് വിമുക്തമാക്കാൻ പുറത്തിറക്കിയ ഉപകരണമാണ് ജെർമി ബാൻ. അടുത്തതായിട്ട് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്ന സ്ഥലത്തിൻ്റെ പുതിയ പേരെന്താണ്? തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്ന സ്ഥലത്തിൻ്റെ പുതിയ പേരാണ് തിണ്ടുക്കൽ. എന്താണ്? തിണ്ടുക്കൽ. സെൻട്രൽ ഡൽഹി റെയിൽവേ യാത്രക്കാരുടെ കോവിഡ് പരിശോധന വേഗത്തിലും ത്വരിതഗതിയിലുമാക്കാൻ പുറത്തിറക്കിയ റോബോട്ട് ഏതാണ്? ഉത്തരം ക്യാപ്റ്റൻ അർജുൻ. ഒരു കൂട്ടം യാത്രക്കാരുടെ താപനില പരിശോധന സാധ്യമാക്കുന്ന സെൻട്രൽ റെയിൽവേയുടെ സംവിധാനം ഏതാണ്? ഫെബ്രി ഐ എന്നാണ്. FEBRI. ഫെബ്രി ഐ. ഒരു കൂട്ടം യാത്രക്കാരുടെ താപനില പരിശോധന സാധ്യമാക്കുന്ന സെൻട്രൽ റെയിൽവേ സംവിധാനമാണ് ഫെബ്രി ഐ. 2020 ബയോഡൈവേഴ്സിറ്റി അവാർഡ് ലഭിച്ച സംഘടന ഏതാണ്? 2020 ബയോഡൈവേഴ്സിറ്റി അവാർഡ് ലഭിച്ച സംഘടനയാണ് ദി ഡക്കാൻ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. എസ്തേർ എന്ന മലയാളം നോവൽ രചിച്ചതാരാണ്? എസ്തേർ എന്ന മലയാള നോവൽ രചിച്ചത് സാറ ജോസഫ്. നല്ല ക്വസ്റ്റ്യനാണ്. സാറ ജോസഫാണ് രചിച്ചത്. വായ്പ കൊടുക്കലുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. ഉത്തരം ബാങ്ക് ഓഫ് ബറോഡ. കോവിഡ് പ്രതിസന്ധിയിൽ നിൽക്കെ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഉത്തരം ആന്ധ്രാപ്രദേശ്. ATMA മെഷീൻ ഇന്ത്യൻ റെയിൽവേ ആദ്യമായി സ്ഥാപിച്ചത് എവിടെയാണ്? നാഗ്പൂർ സ്റ്റേഷനാണ്. ഉത്തരം നാഗ്പൂർ സ്റ്റേഷൻ. 2020 ജൂണിൽ കിഫ്ബിയിൽ സ്വതന്ത്ര അംഗമായി നിയോഗിതനായ വ്യക്തി ആരാണ്? നല്ല ക്വസ്റ്റ്യനാണ്. ഉത്തരം TS വിജയനാണ്. ഉത്തരം TS വിജയൻ. ഓക്കെ. അടുത്തത് 2021 4ാമത് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് വേദി എവിടെയാണ്? ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് എന്നാണ്. പാരാ ഗെയിംസ് വേദി ബഹ്റിനാണ്. എൻ്റെ വേദി ബഹ്റിൻ. സംസ്ഥാന വായനാ ദിനം എന്നാണ്? ജൂൺ 19 സംസ്ഥാന വായനാ ദിനം. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നും മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടത്.
UN രക്ഷാസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ത്യ 8ാമതായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാലയളവ് 2020 മുതൽ 2022 കാലയളവിലേക്കാണ് നിയമനം. UN രക്ഷാസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് 8ാമത്തെ തവണയാണെന്ന് പഠിച്ചെടുക്കുക. അടുത്തത് ലോക അഭയാർത്ഥി ദിനം എന്നാണ്? ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. അതിൻ്റെ തീം അഥവാ 2020 പ്രമേയമാണ് എവരി ആക്ഷൻ കൗണ്ട്സ് എന്നാണ്. എവരി ആക്ഷൻ കൗണ്ട്സ്. 2020 ഇറ്റാലിയൻ കപ്പ് ജേതാക്കൾ ആരാണ്? നാപ്പോളിയാണ് 2020 ഇറ്റാലിയൻ കപ്പ് ജേതാക്കൾ. അടുത്തതായിട്ട് ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് ഗരീബ് കല്യാൺ അഭിയാൻ എന്ന പദ്ധതി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. ഗരീബ് കല്യാൺ അഭിയാൻ എന്ന പദ്ധതി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ബീഹാർ. ഇവിടെയാണ് ബീഹാർ. ലോക സംഗീത ദിനം ജൂൺ 21. ലോക സംഗീത ദിനമാണ് ജൂൺ 21. അടുത്ത പോയിന്റ് അന്തർദേശീയ യോഗാ ദിനം എന്നാണ്? അതും ജൂൺ 21 തന്നെയാണ്. ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ. അതിൻ്റെ തീം എന്താണ്? 2020 തീം എന്താണ്, അല്ലെങ്കിൽ പ്രമേയം എന്താണ്? യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം. എന്താണ്? യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം എന്നതാണ്. കോവിഡ് നിയന്ത്രിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്ത ആദ്യത്തെ മരുന്നാണ് ഫാബി ബ്ലൂ. ഏതാണ്? ഫാബി ബ്ലൂ. ഫാവി പിറാവിർ എന്നും അറിയപ്പെടും. ഫാവി പിറാവിർ. അപ്പോൾ അത് ഫാബി ബ്ലൂ എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യൻ ഉത്തരായന രേഖയിൽ നേരിട്ട് പതിക്കുന്നതിനാൽ ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിനം ഏതാണ്? ജൂൺ 21 കേട്ടോ. ജൂൺ 21. അടുത്ത പോയിന്റ് COVID-19 പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഓൺലൈൻ പഠനത്തിന് പിന്തുണ നൽകുന്നതിനായിട്ട് KSFE നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി. ഏതാണ് പദ്ധതി? വിദ്യാസഹായി. KSFE നടപ്പാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മാരാരിക്കുളത്താണ്. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? BPR വിത്തലാണ്. ആരാണ്? BPR വിത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പററി COVID-19 കെയർ ഫെസിലിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പററി COVID-19 കെയർ ഫെസിലിറ്റി നിലവിൽ വരുന്നത് രാധാ സ്വാമി സ്പിരിച്വൽ സെൻറ്റർ, ഡൽഹി. ഡൽഹിയിലെ രാധാ സ്വാമി സ്പിരിച്വൽ സെൻ്ററാണ് ഉത്തരം. ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓൺലൈൻ റിലീസിംഗ് നടത്തുന്ന ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? നല്ല ക്വസ്റ്റ്യനാണ്. ഉത്തരം സൂഫിയും സുജാതയും ആണ് ഉത്തരം. യൂണിസെഫിൻ്റെ പങ്കാളിത്തത്തോടെ വരുമാനം കുറഞ്ഞ രാജ്യങ്ങൾക്ക് ന്യൂമോണിയ വാക്സിൻ വിതരണം ചെയ്യുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. യൂണിസെഫിൻ്റെ പങ്കാളിത്തത്തോടെ വരുമാനം കുറഞ്ഞ രാജ്യങ്ങൾക്ക് ന്യൂമോണിയ വാക്സിൻ വിതരണം ചെയ്യുന്ന ഇന്ത്യൻ സ്ഥാപനമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെ. പൂനെയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അടുത്ത കോവിഡ് ക്ലിനിക്കൽ ട്രയൽ കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി. കോവിഡിൻ്റെ ക്ലിനിക്കൽ ട്രയലിനായിട്ട് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് ഗ്ലെൻമാർക്ക്. ഏതാണ്? ഗ്ലെൻമാർക്ക്. 2020 പീസ് പ്രൈസ്. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ച ഇന്ത്യൻ ആരാണ്? 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ച ഇന്ത്യനാണ് അമർത്യ സെൻ. ഉത്തരം അമർത്യ സെൻ. ബോംബെ IITയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് ഫോണുകളിലും നാവിഗേഷൻ ഉപകരണങ്ങളിലും ഉപയോഗിക്കാവുന്ന ഒരു ചിപ്പുണ്ട്. ആ ചിപ്പിൻ്റെ പേരാണ് ധ്രുവ. ഏതാണ്? ധ്രുവ. ബോംബെ IITയിലെ ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത്. വിപണന മൂല്യം 11 ലക്ഷം കോടി രൂപ കടന്ന ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. വിപണന മൂല്യം 11 ലക്ഷം കോടി രൂപ കടന്ന ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? KV മനോജ് കുമാറാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് തുല്യ പരിഗണന ലഭിക്കുന്നതിനായിട്ട് രൂപം നൽകിയ സമിതിയാണ് ഇൻസ്പേസ്. ഏതാണ്? ഇൻസ്പേസ്. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് തുല്യ പരിഗണന ലഭിക്കുന്നതിനായിട്ട് രൂപം നൽകിയ സമിതിയാണ് ഇൻസ്പേസ്. നാസയുടെ വാഷിംഗ്ടൺ DC ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? അത് ഉത്തരം മേരി ജാക്സൺ. ആരാണ്? മേരി ജാക്സണിൻ്റെ പേരിലാണ്. ലോക്സഭ TVയും രാജ്യസഭ TVയും ലയിപ്പിച്ച് പുതിയതായി നിലവിൽ വന്ന എന്താണ്? സൻസദ് TV ആണ്. സൻസദ് TV. 2020 നാനാജി ദേശ്മുഖ് എന്നാണ്. 2020 നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മാറാഞ്ചേരി, മലപ്പുറം. മാറാഞ്ചേരി, മലപ്പുറമാണ്. ഇവിടെ നാനാജി ദേശ്മുഖാണ്.
നാനാജി ദേശ്മുഖ് നടന്നേ. ഓക്കെ. യാത്രക്കാരെ സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ ആയി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. എന്താണ് ബസ് ഓൺ ഡിമാൻഡ് അഥവാ ബോണ്ട് എന്നറിയപ്പെടുക? BOND, ബോണ്ട്, ബസ് ഓൺ ഡിമാൻഡ്. അപ്പോൾ ടൈപ്പിങ്ങിൽ ഒരുപാട് എഫർട്ടുണ്ട് ടൈപ്പിങ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും, അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് പറയുമ്പോൾ അത് തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. 2020 കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പ്രഖ്യാപിച്ച ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സശാക്തീകരണ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്ത് വരുമ്പോൾ മുഖത്തലയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. 2020 കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പ്രഖ്യാപിച്ച ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സശാക്തീകരണ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് തൃശ്ശൂർ. അപ്പോൾ ഇത് അവാർഡ് ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് മുഖത്തല. അതുപോലെ കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി, അത് തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്നാണ് ഉത്തരം. അപ്പോൾ ആ പദ്ധതി അല്ലെ പരിപാടിയാണ് ഇത്, തോട്ടങ്ങളിലേക്ക് നീങ്ങാം. വ്യവസായ നയം 2002 ഭേദഗതി ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. വ്യവസായ നയം 2002 ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ആയ വിവേകാനന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലോസ് ഏഞ്ചൽസിലാണ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. 2026 വിന്റർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഇറ്റലിയാണ്. ഉത്തരം. തിരുവനന്തപുരം ജില്ലയിലെ 1,00,000 വീട് കോളനികളുടെ ആ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ന്യൂ ലൈഫ്. ഏതാണ്? ന്യൂ ലൈഫ്. കുട്ടികളുടെ അശ്ലീല ദൃശ്യ പ്രചരണവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് നടത്തിയ സൈബർ ഓപ്പറേഷൻ്റെ പേര് എന്താണ്? ഓപ്പറേഷൻ പി ഹണ്ട്. എന്താണ്? ഓപ്പറേഷൻ പി ഹണ്ട് എന്നാണ് ഉത്തരം. COVID-19 പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളെയും വികസന മാതൃകകളെയും ആരായുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച തുടർ സംവാദ പരിപാടിയാണ് ഇത്, കേരള ഡയലോഗ്. ഏതാണ്? കേരള ഡയലോഗ്. 2019-20 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ലിവർപൂൾ ആണ് ഉത്തരം. ആരാണ്? ലിവർപൂൾ. 2020 ബഷീർ അമ്മ മലയാള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ PV ഗംഗാധരനാണ്. ആർക്കാണ്? ഡോക്ടർ PV ഗംഗാധരനാണ് ലഭിച്ചത്. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരനാണ് ലഭിച്ചത്. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ. അടുത്തതായിട്ട് വിവിധതരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. പഠിക്കുക, മാതൃജ്യോതി. നല്ല ക്വസ്റ്റ്യനാണ്. അടുത്തതായിട്ട് IT ആക്ടിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. IT ആക്ടിൻ്റെ ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ 69A വകുപ്പ് പ്രകാരമാണ്. 69A. വിദ്യാലയങ്ങളിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് സ്വാഭാവിക വനങ്ങളുടെ സാദൃശ്യമുള്ള ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം. ഏതാണ്? വിദ്യാവനം. അടുത്തതായിട്ട് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് വിക്ടേഴ്സ് ചാനൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടിയാണ് ഏത്? കിളിക്കൊഞ്ചൽ. ഉത്തരം കിളിക്കൊഞ്ചൽ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിലെ ഏറ്റവും ഒടുവിലത്തെ ക്വസ്റ്റ്യൻ ആൻസറും. അപ്പോൾ നമുക്കിവിടെ ഈ കറണ്ട് അഫയേഴ്സ് ജൂൺ മാസം 2020 ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത മാസത്തെ, അതായത് ജൂലൈ മാസം 2020 കറണ്ട് അഫയറുമായിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരുമാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്ലാസ്സുകൾ നഷ്ടപ്പെടുകയില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.